മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു തായിഫ് യാത്രയിലാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഖറിയത്തു ബനി സഅദ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം ചിലവഴിച്ചു എന്ന് കരുതപ്പെടുന്ന ബനി സഅദക്കാരുടെ ഗോത്രങ്ങൾ താമസിച്ചിരുന്ന ഏരിയയിലാണ്. ഇവിടെ ചെറിയ കുറേ നിർമ്മാണങ്ങളൊക്കെ കാണാം. ചെറിയ ചെറിയ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളികളും കാര്യങ്ങളൊക്കെ കാണാം. പലപ്പോഴും ഈ ഒരു ഏരിയ കാണുമ്പോൾ, കാരണം ഈ ഒരു ഭാഗത്തൊന്നും കൃഷിയില്ല, ഇതിൻ്റെ മറ്റൊരു വശത്താണ് കൃഷികളും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് സിയാറത്ത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കയറിയിട്ടുള്ളത്. തായിഫ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാവിൽ വരുന്ന ഒരു പട്ടണം കൂടിയാണ് തായിഫ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ചരിത്രപ്രകാരം അല്ലെങ്കിൽ കിതാബുകളൊക്കെ നോക്കിയാൽ 3 കാലഘട്ടത്തിലായിട്ട് ഈ തായിഫിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് കുട്ടിക്കാലത്ത്, ഇപ്പം നമ്മൾ ഈ കാണുന്ന ബനി സഅദിൽ കുട്ടിക്കാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരികയും 2 വയസ്സ് വരെ ഈ ഒരു ഖറിയയിൽ, ഈ ഒരു ഗ്രാമത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മക്കയിലേക്ക് പോവുകയും അവിടെ വളരുകയും പിന്നെ നുബുവത്ത് കിട്ടിയതിന് ശേഷം പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തായിഫിലേക്ക് വരുന്നത്. ആ സമയത്ത് അവർ അട്ടിയോടിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ തായിഫ് കീഴടക്കാൻ വേണ്ടി സഹാബത്തിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വരവ് കൂടി വരുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിട്ട് തായിഫിലേക്ക് വന്നത്. അതായത് പല ഘട്ടത്തിലായിട്ട് ഈ 3 കാലഘട്ടത്തിലും, അതായത് ഒന്ന് കുട്ടിക്കാലത്ത് മുല കുടിക്കാൻ വേണ്ടിയിട്ടും പിന്നീട് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടും പിന്നെ അത് കീഴടക്കാൻ വേണ്ടിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് വന്നു എന്നാണ് ചരിത്ര രേഖകളിൽ നമുക്ക് കാണുന്നത്. ഈ ഒരു ഖറിയയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ഉമ്മ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹായ, അതേപോലെ അവരുടെ ഭർത്താവായിരുന്ന റസൂലുള്ളാഹിയുടെ മുലകുടിയിൽ ഉപ്പായ അബ്ദുൽ ഹാരിസ് ബിൻ അബ്ദുൽ അസ്സ എന്ന് പറയുന്ന അവരെ, അതേപോലെ തന്നെ തൻ്റെ സഹോദരനായിരുന്ന അബ്ദുള്ള എന്നിവരെ, അതേപോലെ ഷെയ്മ എന്ന് പറയുന്ന മൂത്ത സഹോദരിയെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് റസൂലുള്ളാഹിനെ വളർത്തിയിരുന്ന ഷെയ്മയെ ഓർമ്മ വരും. അവരൊക്കെ ജീവിച്ചിരുന്ന ഒരു ഏരിയയാണ് എന്നിങ്ങനെ ആലോചിക്കുമ്പം വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം കുട്ടിക്കാലത്ത് ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ജീവിച്ച നാട് എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുന്ന സമയത്ത്. പലപ്പോഴും നമ്മൾ ഈ തായിഫിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയകളും ഇവിടെയുള്ള ആട് നോക്കലുകളും ഇവിടുത്തെ കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്തിനായിരുന്നു ഖുറൈശികൾ ഈ ചെറിയ കുട്ടികളെ ഇങ്ങോട്ട് അയച്ചിരുന്നത് മനസ്സിലാകുക. കാരണം അവരെ എത്രയും ആരോഗ്യമുള്ള കുട്ടികളായി വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള എന്താ പറയുക കൾച്ചറൽ മിക്സിങ് ഇതൊക്കെ മാറിയിട്ട് എന്ത് തനി ബദവിയൻ, തനി ഒറിജിനൽ അറബ് ആ ഒരു സംസ്കാരം അവരിൽ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഇത്തരം നല്ല എന്താ പറയുക ഓക്സിജനും കാര്യങ്ങളും നല്ല വെള്ളവും നല്ല കൃഷിയും നല്ല ഫ്രൂട്ട്സും നല്ല അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഭൂമി ആയതുകൊണ്ട് അവർക്ക് വളരാൻ ഏറ്റവും അത്യുന്നതം, ഏറ്റവും നല്ലത് മക്കയേക്കാൾ തായിഫാണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു പലപ്പോഴും അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക എന്ന് പറയുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമ്മയും അതേപോലെ ഉപ്പയും ആ ഒരു സഹോദരങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഓരോരുത്തരെയും ചരിത്രം നോക്കിയാൽ നമുക്ക് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആ ഒരു ഉപ്പ അബ്ദുൽ ഹാരിസ് ബിൻ അബ്ദുൽ അസ്സ എന്ന് പറയുന്ന ഹലീമ സഅദിയ റളിയല്ലാഹുവിൻ്റെ ഭർത്താവായിരുന്ന റസൂലുള്ളാഹിയുടെ മുലകുടിയിലുള്ള ഉപ്പ. അവർ പിന്നീട് അവർ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടെ തിരിച്ചു പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം നുബുവത്ത് കിട്ടി അവിടെ പ്രബോധനം നടത്തുന്ന സമയത്ത് മക്കക്കാർ വല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇടങ്ങേറാക്കുന്ന സമയം പറ്റും. അപ്പോൾ ഈ അബ്ദുൽ ഹാരിസ് ബിൻ അബ്ദുൽ അസ്സ പല ആവശ്യങ്ങൾക്കായിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ ഖുറൈശികൾ നിന്നുണ്ട് അവരെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഈ മകനുണ്ടല്ലോ, അതായത് മുലകുടിയുള്ള മകനാണ്, ഈ മകനുണ്ടല്ലോ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, മൂപ്പർ ഇങ്ങനെ ഇത് നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാൽ നാളെ സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് ഹിസാബുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്ദുൽ ഹാരിസ് ബിൻ അബ്ദുൽ അസ്സ സ്വന്തം മകൻ എന്നുള്ള ആ ഒരു പരിഗണനയിൽ റസൂലുള്ളാഹിയുടെ അടുത്ത് പോയി അബുനൈ മകനെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാണ് അങ്ങനെയൊക്കെ ശല്യപ്പെടുത്തുന്നത്, അവർക്ക് ഇങ്ങനെ മരിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യമാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപ്പാൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഉപ്പ അതായത് അങ്ങനെ ഒരു ലോകമുണ്ട്, നമ്മളിവിടെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും, നമുക്ക് സ്വർഗ്ഗവും ഹിസാബും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചു പോയാൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യും, ഞാൻ ആഖിറത്ത് കാണുമ്പോൾ ഞങ്ങളെ കൈ പിടിച്ച് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും. പിന്നീട് ഈ ഉപ്പ എന്ന് പറയുന്ന അബ്ദുൽ ഹാരിസ് ബിൻ അബ്ദുൽ അസ്സ അവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് എന്ത് എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആഖിറത്തിൽ കൈ പിടിക്കും എനിക്കൊക്കെ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിസാബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടി എന്തെങ്കിലും എന്നെ സ്വർഗ്ഗത്തിൽ കയറ്റാതെ കൈ വിടൂല എന്നൊക്കെ ഇവരുടെ ഉപ്പ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ആ ഉപ്പയും അതേപോലെ ഷെയ്മ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് നോക്കിയിരുന്ന മൂത്ത സഹോദരി, കാരണം അവരെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു യുദ്ധ തടവുകാരിയായിട്ടാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരിയാണ് എന്ന് പറയുന്നതും നമ്മൾ മുമ്പ് 2-3-4 പ്രാവശ്യം അവർ വീഡിയോ ചെയ്തിരുന്നു അവരുടെ ആ ഒരു സംഭവമൊക്കെ. അപ്പോൾ അവരെ ഞാനിങ്ങനെ സഹോദരിയാണെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഈ ഒരു ബനി സഅദിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശയിൽ അല്ലെങ്കിൽ സഹോദരി എന്നുള്ളവർക്ക് കൊടുത്ത ഒരു കടിയുടെ മുറിവ്, ചെറിയൊരു മുറിവ് കാണിച്ചു കൊടുക്കുകയും അതൊരു തെളിവായിട്ട് അവരിങ്ങനെ കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്തരം ചരിത്ര സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കിതാബുകളിലും മറ്റുമൊക്കെ കുട്ടിക്കാലം മുതലേ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അത് ഉള്ളിലേക്ക് ഇറങ്ങാനും അത് മനസ്സിലാക്കാനും
ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ചരിത്രങ്ങൾ അത് പഠിക്കാനും ആ പഠിച്ച സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി കാണാനും കിട്ടിയൊരു അവസരം കിട്ടി എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബനീ സഅദ് ഗോത്രത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അനാഥനായിരുന്നു, ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ച് എല്ലാവരും ഒഴിവാക്കിയ കുട്ടിയാണ് ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉടനീളം ബർക്കത്താണ്. അപ്പോൾ ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ ആട്ടിടയന്മാർ അല്ലെങ്കിൽ അവരെ കുടുംബത്തിലുള്ള ആടുകൾ അവർ മേയാൻ പോകുന്ന സമയത്ത് അവരെന്ത് തിരിച്ചു വരുമ്പോൾ വയറ് നിറച്ച് വരും. ബാക്കിയുള്ള ആടുകൾക്കൊന്നും പലപ്പോഴും വരണ്ട കാലാവസ്ഥയിൽ ആ ഒരു റസൂലുള്ളാഹി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ഹലീമ സഅദിയ അവരുടെ കുട്ടികളോടും അവരുടെ ആട്ടിടയന്മാരും ദേഷ്യം പിടിക്കുമായിരുന്നു. നിങ്ങൾ ഇവിടെ പോയി നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഹലീമ സഅദിയ റളിയല്ലാഹുവിൻ്റെ ഓല് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ പോലെ ആയിട്ടുള്ള ആടുകളുണ്ടല്ലേ വയറ് നിറച്ച് വരുന്നു, നിങ്ങൾ എവിടെ കളിക്കായിരുന്നു എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഈ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളൊക്കെ മേയിച്ചിരുന്നത്, പക്ഷേ അവരുടേത് എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു അവരുടെ പ്രത്യേകം വയറ് നിറയുന്നു, ഞങ്ങളത് മാത്രം വയറ് നിറഞ്ഞിട്ടില്ല എന്നുള്ള രീതി വരുന്നു. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഇവിടെ എങ്ങനെയായിരുന്നു ആട് നോക്കിയിരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു താഴ്വരയിൽ കൂടെ ഇങ്ങനെ ആടുകൾ അടുത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ ആടുകൾ എങ്ങനെയായിരിക്കും മേഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു നമ്മളിപ്പോൾ ഈ കാണുന്ന ചെങ്കുത്തായ മലകൾ അല്ലെങ്കിൽ ഒന്നും കാണാത്ത ഈ മലനിരകളിൽ നമ്മൾ നോർമലി നമ്മൾ ഈ ആടുകളെ കാണാതെ നമ്മൾ ഈ മല കണ്ടാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും എന്ത് ഈ ആടുകൾ എന്ത് ചെയ്യില്ല എന്താ പോടുന്ന് തിന്നുക. പക്ഷേ നമ്മളെ മുമ്പിൽ തന്നെ ഈ ആടുകൾ ഈ ഒരു മലയിൽ നിന്ന് തീറ്റ തിന്നിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെയൊക്കെ തിന്നാൻ കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ക്ലാരിറ്റി തരുന്ന ഒരു സംഭവമാണ് ഈ യാത്രകളും ചരിത്ര സ്ഥലങ്ങളും സന്ദർശനം എന്നൊക്കെ പറയുന്നത്. ഈ ഖറിയത്തു ബനീ സഅദ എന്ന് പറയുന്ന സ്ഥലം കുറച്ചൊരു വരണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് മനോഹരമായ കൃഷിഭൂമികളും അതേപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പച്ചപ്പോട് കൂടിയുള്ള ഏരിയകൾ കാണാം. അതായത് തായിഫിൻ്റെ യഥാർത്ഥത്തിൽ തായിഫ് എന്ന് പറയുന്നത് കൃഷിഭൂമിയാണ്. അതായത് ഹിജാസ് എന്ന് പറയുന്ന ഏരിയ, ഇപ്പോൾ മക്കയും മദീനയും തായിഫും ഖൈബറും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഹിജാസ് ഏരിയയിലെ ഏറ്റവും മനോഹരമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ഈ തായിഫാണ്. ഇതുണ്ട് ഇപ്പോൾ കോളിഫ്ലവർ അതേപോലെ തക്കാളി പിന്നെ മറ്റൊരു ഭാഗത്ത് മുന്തിരി തീനി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. നമ്മളവിടെ വന്ന സമയത്ത് ഇദ്ദേഹം പരിചയപ്പെടുകയും ഇദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. ഇദ്ദേഹത്തിൻ്റെ മകനെ തന്നെ നമുക്ക് വിട്ടു തന്നിട്ടാണ് മൊത്തം പോയി കണ്ടോളി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറയുകയും അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. ഓരോ സ്ഥലത്തും ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് തീന് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മളെ ഒത്തീനി സൈത്തൂൻ എന്നൊക്കെ പറയുന്നില്ല തീൻ, അതായത് അത്തിപ്പഴം. അതിൻ്റെ പച്ച ആയിരിക്കുന്ന സമയത്തുള്ള ഇതാണ്. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ കറുപ്പ് അതായത് പൊഴുത്ത് നിൽക്കുന്നതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഈ തായിഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് വന്നൊരു പേരാണ്. ആദ്യത്തെ പേര് ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഈ പട്ടണത്തിൻ്റെ പേര് വജ്ജ് എന്നായിരുന്നു. അതായത് വാദി വജ്ജ് എന്നൊക്കെ ആയിരുന്നു. വജ്ജ് ബിൻ അബ്ദുൽ ഹൈ എന്ന് പറയുന്ന ഒരു അമാലിഖ് വംശജൻ്റെ അവരിലേക്ക് ചേർത്തിട്ടാണ് ഈ വജ്ജ് എന്ന പേര് തായിഫിന് കിട്ടിയത് എന്നാണ്. പിന്നെയാണ് തായിഫ് എന്ന പേര് വന്നത്. തായിഫ് എന്ന പേര് ഈ തായിഫിന് കിട്ടാനുള്ള കാരണങ്ങൾ പലതും പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പണ്ഡിതരൊക്കെ പറയാറുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഹാജറ ബീവി മക്കയിൽ ആ ഒരു ആരോരുമില്ലാത്ത ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ഭൂമിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ദ്വായിരുന്നു റബ്ബ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി സറൻ, ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ കുട്ടികളിട്ട് പോവാണ് റബ്ബ, നീ അവർക്ക് എന്ത് ചെയ്യണം മതിയായ ഭക്ഷണം എന്ത് ചെയ്യണം നീ അവർക്ക് പ്രദാനം ചെയ്യണം എന്നോട് ദ്വാ ചെയ്തു എന്നാണ്. അപ്പോൾ ആ ഒരു ദ്വാൻ്റെ പ്രതിഫലമായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഷാമിൽ നിന്ന് അതായത് സിറിയയിൽ നിന്നുള്ള ഒരു മനോഹരമായ ഭാഗം, ഒരു ചെറിയൊരു ലാൻഡ്, ഒരു ചെറിയൊരു സംഭവം, കാരണം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ വളരുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം ഇത് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു മക്കയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് ഇത്ര തായിഫിൻ്റെ ഒരു കൗല് പറയുന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു ദുആ കാരണം അവരുടെ മക്കൾക്ക് മക്കയിലുള്ളവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കരുത്, അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കിട്ടണം, ഫ്രൂട്ട്സും പച്ചക്കറിയും കാര്യങ്ങളെല്ലാം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അത് ഷാമിൽ നിന്ന് ഇന്നത്തെ സിറിയയിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാണ് അത്ര ഈ തായിഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നാണ് അതൊരു കൗല്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ അടുത്ത കാലത്ത് വരെ ആധുനിക സൗകര്യങ്ങളും പുറത്തുള്ള രാജ്യങ്ങളിലും മറ്റുമൊക്കെ ഫ്രൂട്ട്സ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം വരെ പരിശുദ്ധ മക്കയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വന്നിരുന്നത് ഈ ഒരു തായിഫിൽ നിന്നാണ്. തായിഫ് എന്ന് പറഞ്ഞാൽ ഹിജാസിലെ മറ്റൊരു ഭൂമിഭാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയുള്ള, കാരണം ഹിജാസിൽ ഇങ്ങനത്തെ ഒരു ഭൂമി നമുക്ക് കാണാൻ കഴിയില്ല. തായിഫ് പോലെ മക്കയാവട്ടെ മദീനാവട്ടെ ഏതാവട്ടെ ഇവിടുത്തെ ഈ ഒരു തണുപ്പും അതേപോലെ തണുപ്പ് കാലത്ത് പലപ്പോഴും ഐസാവലും എപ്പോഴും നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊന്നും ഹിജാസിൻ്റെ മറ്റൊരു ഭൂമിക്കും ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഭൂമി സത്യത്തിൽ ഇവിടുത്തെ അല്ല, നേരെ മറിച്ച് സിറിയയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ഇങ്ങനെ മുറിച്ച് കൊണ്ടുവച്ചതാണ് എന്നൊരു കൗല്. അതുകൊണ്ടാണ് പണ്ഡിതരൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് വരെ ഈ ഹിജാസിൽ ഉടനീളം തായിഫിൻ്റെ ഫ്രൂട്ട്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു. എത്രത്തോളം ചില ഉദാഹരണം പറയാൻ വരെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഉണക്കമുന്തിരി, ഈ മുന്തിരിയില്ലേ ഇത്, അതേപോലെ ഇവിടുത്തെ മുന്തിരികൾ ഭയങ്കര ഫേമസ്. എത്രത്തോളം വെച്ചാൽ പഴയ കാലത്ത് അറബികൾ നല്ലൊരു ഭക്ഷണം കണ്ട് നല്ല ഭക്ഷണം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ തായിഫിലെ മുന്തിരി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അത്രയും നല്ല ഫുഡിനൊക്കെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് പറയില്ല. കാരണം തായിഫിലെ മുന്തിരി തന്നെ അത്രയും സബീബ് തായിഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ട് പറയുമ്പോൾ എന്താ സബീബ് തായിഫിന് എത്ര
വലുപ്പമുള്ള നല്ല ഫുഡാണ് നമുക്ക് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഉദാഹരണം പോലും വെക്കാൻ പറ്റുന്ന അത്രയും വലിയ സംഭവമായിരുന്നു ഈ തായിഫിലെ മുന്തിരികൾ എന്നൊക്കെ പറയുന്നത്. അതേപോലത്തെ ഇവിടുത്തെ വറുതുകൾ, പൂക്കൾ, കാര്യങ്ങൾ, അങ്ങനെ എ ടു സെറ്റ് കാര്യങ്ങൾ. ഹിജാസിൻ്റെ മറ്റൊരു ഭാഗത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിലുള്ളതുകൊണ്ട് തന്നെ പണ്ഡിതർ പറയാറുണ്ട് ഇത് ഷാമിൻ്റെ ഭാഗമായിരുന്ന ഒരു പീസ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി വെച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് പറയാറുണ്ട്. ഏതായാലും അബൂ ഖാലിദ് ഞാൻ നോമ്പുണ്ടായിരുന്നു, അപ്പം അവർ കുറച്ച് മുന്തിരി പറിച്ചായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് നോമ്പുറക്കുമ്പോൾ കഴിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ അത് തന്നു. പിന്നെ ഈ കാണുന്നതാണ് തക്കാളി, അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇവിടെ വളരും, അതേപോലെ കോളിഫ്ലവർ, കാര്യങ്ങൾ, അങ്ങനത്തെയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചിലത് നല്ല പൊഴുത്തതുണ്ട്, പൊഴുക്കാത്തതുണ്ട്, പൊഴുക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ തക്കാളിയുടെ ഒരു ഇതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാണാം ഈ ഒരു കായ് എന്ന് പറഞ്ഞാൽ റുമ്മാനാണ്. റുമ്മാൻ ഇപ്പം എന്താ മലയാളത്തിൽ പറയാൻ അറിയില്ല ഈ സാധനം, അതായത് നിങ്ങൾ ഉള്ളിൽ കുരുകുരുള്ള സാധനം, ഇതാണ് റുമ്മാനുണ്ട്. അതേപോലെ തന്നെ ഹൂഹ് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. ഈ ഹൂഹിന് ഇപ്പം എന്താണ് മലയാളത്തിൽ പറയാൻ എനിക്കറിയാം, അപ്പം നമ്മൾ പീച്ച് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് ഹൂഹ്. ഇത് നല്ല പഴുത്താൽ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ആ തൊലി കളഞ്ഞിട്ട് കഴിക്കാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിലൊരു കറുത്തൊരു കുരുവൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ധാരാളമുള്ളൊരു സംഭവമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അതിൻ്റെ മരത്തിൽ നല്ലോണം ഉണ്ടാകുന്നുണ്ട്, ചെറിയ കായുമാണ്, നല്ല രസമുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ മക്കത്ത് മദീനത്തൊക്കെ ഒന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഒത്തീന് തുണി അത്തിപ്പഴത്താണ് പൊഴുത്ത് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെ ഉണ്ടാകുന്നത്, പിന്നെ ഉണക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ ആ തീന് പലപ്പോഴും നമുക്ക് വരാറുള്ളത് ഈ തായിഫിൽ നിന്നാണ്. അതിൻ്റെ മരമാണ് ഈ കാണുന്നത്. അങ്ങനെ അബൂ ഖാലിദിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. യഥാർത്ഥത്തിൽ തായിഫിൻ്റെ യഥാർത്ഥ ഭംഗി കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉള്ളേരിയയ്ക്ക് വരണം, കാരണം ഇവിടെയാണ് കൃഷിഭൂമികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആക്ക് ഇജാബത്ത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു പട്ടണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തായിഫ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലം ചിലവഴിച്ച ബനീ സഅദിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ റുമ്മാനും അതേപോലെ തന്നെ തീനും കാര്യങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതേപോലെ കറിയയും ആ ഒരു ഗ്രാമവും കൃഷിഭൂമിയും ആടുകളെയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്.